ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ കാലം ഞാൻ വീഡിയോ ഇട്ടിട്ട്, പ്രത്യേകിച്ച് ഒന്നല്ല എക്സാമൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ അമൃതേന്ന് ടാറ്റ പറഞ്ഞ് ഇറങ്ങുകയാണ് ഗൈസ്. സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങുന്നത്. ഓൾമോസ്റ്റ് ബെഡും ഒരു 98% സാധനങ്ങളും താഴത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താണ് അമൃത വിട്ട് പോണേന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ പ്രൊജക്റ്റിനായിട്ട് പുറത്ത് അപ്ലൈ ചെയ്ത് അങ്ങനെ പുറത്ത് IISc ബാംഗ്ലൂരാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ ആയിരിക്കും ഇനി നെക്സ്റ്റ് 6 months. അപ്പോൾ ഇവരോടൊക്കെ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. എല്ലാവരും എന്നെ ആക്കാൻ വേണ്ടി പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, ടാറ്റ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ സാധനങ്ങളൊക്കെ ഇറക്കണമായിരുന്നല്ലോ, അതിന് വേണ്ടി എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സാധനം കൊണ്ടുപോകാനുള്ളതുകൊണ്ട് തന്നെ പിന്നെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് കുറച്ച് നേരം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് കിട്ടി പെട്ടെന്നാണ് എല്ലാം ശരിയായത്. അപ്പോൾ പെട്ടെന്ന് അമൃത വീട്ടിൽ പോവുകയാണ്, പെട്ടെന്ന് നമ്മളെ റൂം വിട്ട് പോവുകയാണ് പറഞ്ഞപ്പം ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ഞാനിതാ പോകുന്നു ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ വീട്ടുകാർ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പോയി. പിന്നെ അതിനുശേഷം എനിക്ക് ഒന്നുകൂടി ഒന്ന് തിരിച്ച് വരണം റിവ്യൂവിനായിട്ട്. അത് ഞാൻ ഉടനെ തന്നെ വരും. പക്ഷേ ഇത് ഒഫീഷ്യലി റൂമെല്ലാം വെക്കേറ്റ് ചെയ്തുള്ളൊരു പോക്കാണ്. പിന്നെ തിരിച്ചു വരണം, ഒരു നൈറ്റ് നിൽക്കുമായിരിക്കും. ബൈ ബൈ പറഞ്ഞ് വീട്ടിലൊക്കെ എത്തി 2-3 ദിവസത്തിന് ശേഷം തിരിച്ച് അമൃതയിലേക്ക് പോവാണ്. അപ്പോൾ റിവ്യൂ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ ഇതാ ബസ്സൊക്കെ കയറി KSRTC പാലക്കാട് സ്റ്റാൻഡിലെത്തി. അതിന് ശേഷം വണ്ടി പോകുന്ന സമയത്ത് ഞാനൊരു സ്ഥലം കാണിക്കാം. ആ സ്ഥലം ഏതാ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാണ്. പാലക്കാടുള്ളൊരു എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ്. നോക്കിയേ, ഇത് നിങ്ങൾക്കൊക്കെ ഏതാ സ്ഥലം എന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഈ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ നല്ല രസമാണ് കാണാനായിട്ട്. നമ്മൾ ഈ രാവിലെ ആ ഒരു ക്ലൈമറ്റിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതാ തിരിച്ച് ഓട്ടോ ഒക്കെ വിളിച്ച് ഞാൻ അമൃതയ്ക്ക് കയറി പോന്നു. ദൈവമേ, അവസാനത്തെ ഈ ഒരു ദിവസം കൂടി ഞാൻ അമൃതയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ആ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഇനിയപ്പോൾ അമൃത വീഡിയോസൊക്കെ കുറേ ആയിരിക്കും. എൻ്റെ അമൃത വീഡിയോസ് കാണാനായിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. കുറേ ഫ്രണ്ട്സും ഉണ്ട്. അല്ലാണ്ട് പുറത്തുനിന്ന് അമൃതയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാറും എൻ്റെ ഇൻസ്റ്റഗ്രാം തപ്പി പിടിച്ചാലും മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അമൃത വീഡിയോസ് ഇനി കുറേ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അമൃതയെക്കുറിച്ച് സജഷൻസോ ഡൗട്ട്സോ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരും. ഇവിടെയാണ് നമ്മുടെ അമൃതയുടെ എൻട്രൻസ്. ഇവിടെ ID കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മളിതാ ഹോസ്റ്റലിലേക്ക് കയറി. അപ്പോൾ ഞാൻ ലിഫ്റ്റ് തന്നെ യൂസ് ചെയ്തേക്കാമെന്ന് കരുതി. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്, എന്നാലും ഇരിക്കട്ടെ. ഇനിയൊക്കെ ഈ ലിഫ്റ്റൊക്കെ ഞാൻ എന്ന് യൂസ് ചെയ്യാനാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ലിഫ്റ്റിലൊക്കെ കയറി. പിന്നെ കുറച്ച് കോപ്രായൊക്കെ കാട്ടി ഇതേ അവിടെ എത്തി. അപ്പോൾ ഇതാണ് ഹോസ്റ്റൽ. അമൃതയുടെ ഹോസ്റ്റലൊന്നും അധികം അങ്ങനെ വീഡിയോസിലൊന്നും ഇല്ല. അപ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ കണ്ടോട്ടെ എന്ന് കൂടി കരുതിയിട്ടാണ് ഞാൻ ഈ ഹോസ്റ്റലൊക്കെ എടുത്തിടുന്നത്. ഇതാ തിരിച്ച് C20 ഞാൻ റൂം തുറന്ന് അപ്പുറത്ത് രാജമീനാക്ഷി റൂം പൂട്ടി കിടക്കുന്നു. അപ്പോൾ അവളും പ്രൊജക്റ്റിനായിട്ട് പുറത്ത് പോവാണ്. ഉള്ളിൽ കയറി ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാം ഞാൻ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിപ്പോൾ കൊടുന്ന ബാഗാണ്. ബെഡൊന്നും ഇല്ല. പിന്നെ ID കാർഡൊക്കെ മാറ്റാണ്ടായിരുന്നു. അത് പോയി ഓറഞ്ച് ടു ബ്ലൂ ആയി. ഓറഞ്ച് ഹോസ്റ്റലേഴ്സിൻ്റെ ID കാർഡും ബ്ലൂ ഡേ സ്കോളേഴ്സിൻ്റെ ID കാർഡും ആണ്. പിന്നെ കുറച്ച് ഫൺ ടൈം ആയിരുന്നു ഗൈസ്. കണ്ട എന്തൊക്കെ കളികളാണെന്ന്. MSc ഫൈനൽ ഇയേഴ്സ് ആണെന്ന് തന്നെ പറയും കണ്ടു കഴിഞ്ഞാൽ റിവ്യൂവിൻ്റെ തലേന്നുള്ള ഓരോ കോപ്രായങ്ങൾ. പിന്നെ ഇവളുടെ ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ന് വന്നാലും ഇങ്ങനെ നോക്കി അതിൽ ഓരോ ഫോട്ടോസൊക്കെ നോക്കി. അപ്പം അതും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്താ രസം. അങ്ങനെ റിവ്യൂവിൻ്റെ ദിവസമായി. ഞാൻ റെഡിയായി. ബ്ലൂ ID കാർഡൊക്കെ ഇട്ട് ഒരു ചേഞ്ച് അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ 4 കൊല്ലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓറഞ്ച് ID കാർഡാണ്. അപ്പോൾ പെട്ടെന്ന് കളറൊക്കെ മാറുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിനുശേഷം റെഡിയായി റിവ്യൂവിനായിട്ട് പോകണം. നല്ല ടെൻഷനുണ്ട്. നമുക്ക് മിനി പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് ഫുൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാനലിലുള്ള ടീച്ചേഴ്സ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ ആൻസർ പറയണം. അപ്പോൾ എന്തൊക്കെ അറിയാം, ഞങ്ങൾ കുറേ റിപ്പോർട്ട് ഉണ്ടാക്കാനും അതിൻ്റെ PPT ഉണ്ടാക്കാനൊക്കെ കുറേ സമയം ഇരുന്നുകൊണ്ട് എത്രമാത്രം പ്രിപ്പയർ ചെയ്തു എന്ന് അറിയില്ല ഗൈസ്. ആ ഒരു ടെൻഷൻ്റെ മുഖത്ത് ഇതൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ ഈ സെം കഴിഞ്ഞു. പിന്നെ അമൃതയ്ക്ക് നമ്മൾ തിരിച്ചു കയറിയില്ല ഗൈസ്. അങ്ങനെ ലൈബ്രറി കയറിയിരുന്ന ബാക്കി ഫൈനൽ ഒരു പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അവിടെ ഇരിക്കുകയാണ്, ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗൈസ് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ് ഞാൻ ഇത് ഞങ്ങളുടെ നൈറ്റ് ക്യാൻറ്റീൻ എന്നാണ് ഇതിനെ വിളിക്കാറ് എല്ലാവരും. ഹോസ്റ്റലിലെ ക്യാൻറ്റീനാണ്. രാത്രി മാത്രമേ ഇത് സാധാരണ തുറക്കാറുള്ളൂ. അങ്ങനെ ഇവിടുത്തെ എഗ് പഫാണ് നമ്മുടെ മെയിൻ ഐറ്റം.
ഞാൻ പിന്നെ കോഫി ഞാൻ എങ്ങനെ മറക്കും? ഇതൊക്കെ ഞാൻ എന്തായാലും അമൃതയിൽ മിസ് ചെയ്യാൻ പോണ മെയിൻ ഐറ്റമാണ് കേട്ടോ. അതിനുശേഷം നേരെ പോയി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് ഞാനിതാ ഇറങ്ങുകയാണ്. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകേണ്ട ഒരാളാണ് രാജമീനാക്ഷി. അതെ guys, ശരിക്കും പോവാണ്. ഇനിയിപ്പോ ഈ അടുത്തൊന്നും തിരിച്ചുണ്ടാവില്ല. ഇതാ ഹോസ്റ്റൽ ഗാർഗി ഭവനത്തിനോടൊക്കെ ടാറ്റ പറഞ്ഞു. പിന്നെ ഇപ്പൊ കുറെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട്, അപ്പോൾ പുതുതായിട്ട് എന്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാനിതാ അമൃതയുടെ പുറത്തിറങ്ങി. പിന്നെ എന്നത്തെയും കൗതുകം പോലെ എയറോപ്ലെയിൻ കണ്ട ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. അതിനുശേഷം ദാ ഷൊർണൂർ എത്തി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.